ഹലോ. അപ്പോൾ ഈ ഒരു വീഡിയോ സ്മോൾ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേരുണ്ടല്ലേ വീട്ടിലിരുന്നു കൊണ്ട് ഇൻസ്റ്റാഗ്രാം വഴിയും ഫേസ്ബുക്ക് വഴിയൊക്കെ അവരുടെ പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്ന. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ സെല്ല് ചെയ്യാനായിട്ട് GST നമ്പർ ചോദിക്കും അല്ലേ. അപ്പോൾ ആ GST നമ്പർ നമുക്ക് സ്വന്തമായിട്ട് ഷോപ്പ് ലൈസൻസ് ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് GST നമ്പർ എടുക്കാൻ കഴിയും. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ്, അതിന് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം, നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ടാണ് നമ്മൾ സെല്ല് ചെയ്യുന്നതെങ്കിൽ അത് എങ്ങനെയാണ് നമുക്ക് GSTക്ക് അപ്ലൈ ചെയ്യേണ്ടത്, അപേക്ഷിക്കേണ്ടത്, നമ്മളെ സ്വന്തം വീടല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നതിനെ പറ്റിയൊക്കെ വിശദമായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തൊക്കെ ലൈസൻസാണ് ആവശ്യം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. GST ഒക്കെ എടുത്താൽ നമുക്ക് ആമസോൺ വഴിയും ഫ്ലിപ്കാർട്ട് വഴിയൊക്കെ സെല്ല് ചെയ്യാൻ പറ്റും. അതോടുകൂടി നമ്മളെ ബിസിനസ്സൊക്കെ വളരും. അപ്പോൾ നമ്മൾ എല്ലാ പ്ലാറ്റ്ഫോമിലും സെല്ല് ചെയ്യണം, ബിസിനസ്സൊക്കെ വളർത്തണം. പിന്നെ തൊണ്ട വയ്യാത്തതുകൊണ്ടാണ് ശബ്ദം ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.